ജിബി ജെയിംസ്, ഇന്നത്തേതിൻ്റെ അനുരണനങ്ങൾ ഇന്നുണ്ട് തുടരുകയായിരുന്നു. കേന്ദ്രമന്ത്രിമാർ പ്രതികരിക്കുന്നു, സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രതികരിക്കുന്നു. മതേതരമാണോ ഗണഗീതം? ഗണഗീതം മതേതരമാണോ? ഒരു പാട്ടിൽ എന്തിരിക്കുന്നു? കുട്ടികളോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് പല കോണുകളിൽ നിന്ന്. അതിൽ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ, കുട്ടികളോട് എന്തിനാണ് നിങ്ങളിങ്ങനെ പരുഷമായി പെരുമാറുന്നുള്ളതാണ്. ആ ചോദ്യം എനിക്കുമുണ്ട്. കുട്ടികളൊരു പാട്ട് പാടി, അത് ട്രെയിൻ യാത്രക്കിടയിലാണ്, അത് RSSൻ്റെ പാട്ടോ സിനിമ പാട്ടോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു പാട്ടുണ്ട്, അതിനൊരു പ്രശ്നമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾ പാടട്ടെ. വിഷയം ആ ഒരു പാട്ട് RSS അവരുടെ ശാഖകളിൽ പാടാറുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് RSSകാരൻ എഴുതിയതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ RSSൻ്റെ ഗണഗീതം ഒരുപാട് പാട്ടുകളുടെ ഒരു കമ്പൈലേഷനാണ് ഗണഗീതങ്ങൾ. അതിൽ ആരാണ് എഴുതിയത് എന്നുള്ളത് ഒരിക്കലും രേഖപ്പെടുത്താറില്ല. അതൊക്കെ ഭാരത മാതാവിന് മുമ്പിൽ അർപ്പിക്കുന്ന പാട്ടുകളുണ്ട്, പേര് വേണ്ട എന്നുള്ളതാണ് പറയാറ്. അതുകൊണ്ട് നിങ്ങൾ തപ്പിപ്പോയാൽ ചിലപ്പോൾ കൃത്യമായിട്ട് ആരാണെന്ന് കിട്ടിയെന്ന് വരില്ല. ONV കുറുപ്പ് സാറിൻ്റെ പാട്ടും ഗണഗീതമായി RSS അവരുടെ ശാഖകളിൽ പാടാറുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഗാനമുള്ളതാണ്. അങ്ങനെ ഒരു മലയാളത്തിൽ തന്നെ 180 പാട്ടുകൾ RSS അവരുടെ ശാഖകൾ ചൊല്ലുന്നുണ്ട്. അതെല്ലാം RSSൻ്റെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതങ്ങനെ ചൊല്ലിക്കോട്ടെ. കുട്ടികൾ അങ്ങനെ ഒരു പാട്ട് പാടുന്നെങ്കിൽ അതും അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വിഷയം, ഇന്ത്യൻ റെയിൽവേ ഇതെടുത്ത് അവരുടെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തപ്പോഴാണ് പ്രശ്നമായത്, പോസ്റ്റ് ചെയ്തപ്പോഴാണ് വിഷയമായത്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു സാമൂഹ്യ പ്രസ്ഥാനം അവരുടെ ഒരു ഗാനമായി കൊണ്ടു നടക്കുന്നത് നമ്മളെല്ലാവരും കരുതുന്ന ഒരു സംഭവം അവരെടുത്ത് പോസ്റ്റ് ചെയ്തു? അത് ശരിയാണോ? ഒരു പക്ഷേ റെയിൽവേ അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് വലിയ വിവാദമായപ്പോൾ റെയിൽവേ ഇത് ഡിലീറ്റ് ചെയ്തു. 4 മണിക്കൂർ കഴിയുമ്പോൾ ആ ഗാനം അതിൻ്റെ ട്രാൻസ്ലേഷനോട് കൂടി, ഇംഗ്ലീഷ് അർത്ഥത്തോടു കൂടി, ഇതിലെവിടെയാണ് മതേതരത്വം എന്ന ചോദ്യം, ബാക്കി നിങ്ങളൊക്കെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഇതിലെവിടെയാണ് മതവിരുദ്ധത എന്ന് ചോദിച്ചുകൊണ്ട് ആ ഗാനം വീണ്ടും പോസ്റ്റ് ചെയ്തു. അവിടെയാണ് ഇഷ്യൂ. ഈ പാട്ടിനകത്ത് എന്താണ് പ്രശ്നമെന്ന് BJPക്കാർ ചോദിക്കുന്നതോടൊന്ന് തുടങ്ങാം. ഇതൊരു ദേശഭക്തി ഗാനമാണോ? നിങ്ങൾക്ക് ദേശഭക്തി എന്നുള്ളത് പലർക്ക് പല രീതിയിലായിരിക്കും. 1947 മുമ്പ് ദേശഭക്തി പലരും പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രെയിനിന് ബോംബ് വെച്ചവരുണ്ട്, പോലീസിൻ്റെ അടിവാങ്ങിച്ച് സത്യാഗ്രഹം കിടന്നവരുണ്ട്, ബ്രിട്ടീഷുകാരെ വെടിവെച്ച് കൊന്നവരുണ്ട്, അവസാനം മാപ്പെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ദേശഭക്തി പ്രകടിപ്പിച്ച ആളുകൾ നമുക്കറിയാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ്. ദേശഭക്തി ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. 1940കളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ സുഭാഷ് ചന്ദ്രബോസ് അതിർത്തി കടന്ന് വരുമ്പോൾ ഇവിടെ ബ്രിട്ടീഷ് സൈന്യത്തിന് ആളെ ഉണ്ടാക്കി കൊടുത്തവനും ഇപ്പോൾ വലിയ ദേശഭക്തനാണ്. അങ്ങനെയും ആളുകളുണ്ട്. ഇതെല്ലാം അവരവർക്ക് ദേശഭക്തി ഓരോ രീതിയിലാണ്. അതായിക്കോട്ടെ, അത് തുടർന്നും അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് എനിക്കതിൽ തർക്കമില്ല. ഈ പാട്ട് പക്ഷേ ഒരു ഭാരതാംബ എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ആ പാട്ടിൻ്റെ ആദ്യത്തെ വരിയാണ് പറഞ്ഞത്, അവസാനത്തെ വരി ഇവർ കോട്ട് ചെയ്യാറുണ്ട്. പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഭാരതാംബ എന്നൊരു സങ്കല്പമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ നാടകമൊക്കെ കളിക്കുമ്പോൾ ഭാരതാംബ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പിടിച്ചൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് RSSൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് ത്രിവർണ്ണ പതാകയായി മാറുന്നു. പുറകിലുള്ള മാപ്പ് അഫ്ഗാനിസ്ഥാൻ മുതൽ അങ്ങ് ശ്രീലങ്ക വരെയായി പടർന്ന് പന്തലിക്കുന്നു. അതും അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അത് ഇന്ത്യയുടെ സങ്കല്പത്തിന്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ ചേർന്നല്ല. ഈ ഭാരതാംബ എന്നൊരു സങ്കല്പത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കുമ്പോൾ തന്നെ അതൊരു ദേവിയാണെന്നും, പിന്നീട് ഈ പാട്ട് അങ്ങോട്ട് വരുന്നത് എന്താണ്, ഒരു അമ്പലത്തിൻ്റെ പൂജയായിട്ടാണ് ഈ പാട്ടിനെ കാണുന്നത്. ഭഗത് സിംഗ്, ഝാൻസി റാണി എന്നിവർ പ്രഭാത ഭേരി മുറക്കും, ശ്രീനാരായണ ഗുരു കോവിൽ തുറക്കും, രാമകൃഷ്ണനും രാമദാസനും നിവേദനം അർപ്പിക്കും, വിവേകാനന്ദൻ ബലിഹവ്യം തൂവും, നിർമാല്യം തൊഴുതുണരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ക്ഷേത്രത്തിലെ ഒരു പൂജയുമായിട്ടാണ് ഇതിനെ സങ്കല്പിക്കുന്നത്. ഇത് ദേശസ്നേഹം, ദേശഭക്തിയുമായി ബന്ധപ്പെട്ടാണോ? നിങ്ങൾക്ക് അങ്ങനെ കരുതുന്നെങ്കിൽ തെറ്റില്ല. പക്ഷേ ഒരു മതേതരമായ ഒരു ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു ദേശഭക്തി ഗാനത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എല്ലാത്തരം ആളുകളെയും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ചെയ്യാവൂ. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയപ്പോൾ കാലിഗ്രഫിയിലൊരു ഭരണഘടന രചിച്ചിട്ടുണ്ട്, കയ്യെഴുത്ത്. അതിനകത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാർ, അതായത് ശ്രീരാമൻ, ലക്ഷ്മണൻ, ശ്രീകൃഷ്ണൻ, അങ്ങനെ പലരുടെയും ചിത്രങ്ങളോട് കൂടിയ, അതിന് ടിപ്പു സുൽത്താനൊക്കെ ഉണ്ട്. പക്ഷേ അവസാനം ഇതങ്ങോട്ട് കാര്യമായി വിശദമായി ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണ്ടെന്ന് തീരുമാനിച്ചു. നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളത്. അതൊരു ഓൾ ഇൻക്ലൂസീവ് അല്ല എന്ന് കരുതിയിട്ടാവണം. അത്രയും സൂക്ഷിച്ചിട്ടാണ് ചെയ്തത്. അത്രയും സൂക്ഷിച്ചാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇത്രയും പലതരത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള വികാരമുള്ള ആളുകൾ, അവരൊക്കെ ഉള്ളപ്പോൾ സൂക്ഷിച്ചേ ചെയ്യാവൂ എന്നുള്ളതാണ്. അപ്പോൾ ദേശസ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇതെൻ്റെ ദേശസ്നേഹം, ഞാൻ ഭാരതാംബയെ ഒരു ദേവിയായി കാണുന്നു, ദേവിയെ ഒരു അമ്പലത്തിലിരുത്തുന്നു, അമ്പലത്തിലെ പൂജയെക്കുറിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പറയാം. പക്ഷേ അത് നമ്മൾ അംഗീകരിച്ച, പൊതുസമൂഹം അംഗീകരിച്ച,
ദേശഭക്തി ഗാനങ്ങളുടെ ഗണത്തിൽ വരില്ല. അത് പ്രത്യേകിച്ച് RSSകാർ പാടുന്നതാണെങ്കിൽ അങ്ങനെ. ഇതേ പാട്ട് തന്നെ പല സ്ഥലത്തും RSSന് പുറത്തും പാടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും ഈ പാട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഈ സങ്കല്പം മാറുന്നില്ല. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇങ്ങനെ ഒരു സങ്കല്പത്തിലുള്ള ഒരു ഗാനം നമ്മുടെ ബഹുസ്വരതയ്ക്ക്, നമ്മുടെ മതേതരത്വത്തിന് ചേർന്നതാണ്. എൻ്റെ അഭിപ്രായം അങ്ങനെയുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്തെ ഒരു മതേതരത്വം കൃത്യമായി സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്കുള്ള ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ ഗാനമായി നമ്മൾ പറയുന്ന വന്ദേ മാതരം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയില്ല, അത് മുഴുവൻ ഉൾപ്പെടുത്തണമായിരുന്നു. മനഃപൂർവ്വം കോൺഗ്രസ്സുകാരത് വെട്ടിക്കളഞ്ഞതാണ്. ഈ വന്ദേ മാതരത്തിൻ്റെ ഗാനത്തിൽ നിന്നാണ് ഈ കോൺട്രവേഴ്സിയുടെ ഈ പുതിയ ഘട്ടം തുടങ്ങുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഭാരത് മാതാ കി എന്ന് വിളിക്കാത്തവരെല്ലാം ദേശവിരുദ്ധരാണ് എന്നൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഭാരത് മാതാ വിളിക്കും, ഭാരത് ബാപ്പ് വിളിക്കും, എന്ത് വേണമെങ്കിലും വിളിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഭാരതത്തെ ഭാരത മാതാവായി കാണാം. ഇപ്പോൾ ജർമ്മനിയിൽ ഇത് ഫാദർലാൻഡാണ് അവർക്ക്, നമുക്ക് മദർലാൻഡാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. പക്ഷേ ഇങ്ങനെയേ രാജ്യത്തെ പൂജിക്കാവൂ എന്ന് പറയുന്ന വാശി പിടിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരം ബിംബങ്ങൾ ഒളിച്ചു കടത്തുന്നത് കാണുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളെന്താ പറയുക, ഞങ്ങൾ ഭാരതാംബയായി കാണുകയും ഭാരത് മാതാക്ക് ജയ് വിളിക്കുകയും ബാക്കി എല്ലാവരും അങ്ങനെ വിളിക്കണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് അടുത്ത പ്രശ്നം വരുന്നത്. നിങ്ങൾ വിളിച്ചോളൂ, പക്ഷേ ബാക്കിയുള്ളവർ വിളിച്ചാലേ അത് ശരിയാവുള്ളൂ. ഒരു ഘട്ടം കഴിയുമ്പോൾ നോർത്തിൽ നമ്മൾ കാണുന്ന എന്താണ്, കഴിഞ്ഞ 5-6 വർഷമായി മുസ്ലിം ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ ബൈക്കിലൊക്കെ ചെറുപ്പക്കാരെ ഇരച്ച് കയറിയിട്ട് മുഹറം ഉത്സവത്തിനിടയ്ക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുകയാണ്. ഒറ്റ വയ്ക്കുക ഭാരത് മാതാ, എന്താ കുഴപ്പമുണ്ടോ? തെറിയാണോ? അല്ലല്ലോ, ജയ്, നല്ല കാര്യമല്ലേ. പക്ഷേ നിങ്ങൾ വിളിക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? മലയാളത്തിലൊരു നിൻ്റെ അമ്മായിയമ്മയുടെ 16 എന്ന് ഒരു സിനിമയിലൊരു കൊമേഡിയൻ പറഞ്ഞിട്ട്, അമ്മായിയമ്മ തെറിയാണോ? 16 അതൊരു സംഖ്യയല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ്. എന്തിനാണ് ഇത്തരം ചിഹ്നങ്ങൾ കൊണ്ടുവരികയും ആ ചിഹ്നം എന്തിനു വേണ്ടിയിട്ടാണ് വാശി പിടിച്ച് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്നേ. നിങ്ങളൊരു അമ്പലത്തിലെ അവിടെ അടിച്ചേൽപ്പിച്ചോ? കേട്ടില്ല. അവിടെ അടിച്ചേൽപ്പിച്ചോ? ഭാരത് മാതാ കി ജി വിളിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുത്തനും ഗണഗീതത്തിലേക്ക് ഞാൻ വരാം. അല്ല, ഞാൻ പറഞ്ഞ വിഷയം ഇപ്പം അതല്ല. നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിൽ ബൈക്കിൽ മറ്റേ 10 ചെറുപ്പക്കാർ മുസ്ലിം മൊഹല്ലകളെ ഇരച്ച് കയറിയിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് ഭാരത് മാതാവുള്ള സ്നേഹം കൊണ്ടാണോ? ഒരിക്കലുമല്ല. അത് അവരെ ആലോചനപ്പെടുത്താനാണ്. സ്നേഹമില്ലാത്തവർക്ക് അങ്ങനെ തോന്നും. വീട്ടിൽ പോയി നിങ്ങളുടെ വീട്ടിൽ കയറി ഞാൻ വിളിക്കാം, അപ്പം മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടെ സ്വീകരിക്കും, ചായം തരും. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ വന്ന് വിളിക്കാം. അതുപോലെയാണ് മുഹർ അവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വിളിക്കുമ്പോൾ മനസ്സിലാവും. അല്ല, വിളിച്ചോ ഒരു കുഴപ്പമില്ല. അപ്പൊ തന്നെ സന്തോഷമായിരിക്കും. ഒരു 10-20 മിനിറ്റ് വിളിച്ചോളൂ. നിങ്ങൾ വിളിച്ചോളൂ. താങ്കൾ വിളിക്കുന്നതിലെ സന്തോഷം കൂടി ഞാൻ പ്രകടിപ്പിക്കും. എനിക്ക് വിളിക്കാൻ ഒരു പ്രശ്നമില്ല. നമ്മൾ നിങ്ങളൊക്കെ വിളിക്കുന്നതിന് മുമ്പേ വിളിച്ചിട്ടുള്ള ആളാണ്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇവിടുത്തെ പ്രശ്നം ഓരോ സ്ഥലത്തും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളൊരു വലിയ ശ്രമം. ഭാരത മാതാവ് എന്ന് പറയുന്ന സങ്കല്പം, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി വന്ന ഒരു കൊടി, ഇന്ത്യയുടെ ദേശീയ കൊടി, അത് മാറുന്നു. അതിന് പകരം അത് കാവിക്കൊടി വരുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് നമുക്കുള്ള തർക്കവും. അപ്പോൾ കുറച്ച് നാളായി ഹൈന്ദവ ചിഹ്നങ്ങൾ ഒളിച്ച് കടത്തി ഇവിടം വരെ കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൻ്റെ ഭാഗമായി വേണം ഇവിടെ ട്രെയിനിൽ പാടിയ ഒരു പാട്ട് അത് ട്വീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായത്. ഞാൻ വീണ്ടും പറയുന്നു, കുട്ടികളങ്ങനെ പാടിയതല്ല നമ്മുടെ മുമ്പിലെ വിഷയം. കുട്ടികൾ അങ്ങനെ പാടുമ്പോൾ, അത് റെയിൽവേ ട്വീറ്റ് ചെയ്യുമ്പോൾ, അത് RSS അവരുടെ ശാഖകളിൽ പാടുന്ന പാട്ടാണെന്ന് എല്ലാവരും പറയുമ്പോൾ അത് മനസ്സിലാക്കി വിഡ്രോ ചെയ്യുകയും അതിനുശേഷം വീണ്ടും എടുത്തിടുകയും ചെയ്യുകയാണ്. ഒരു പുതിയ കാലത്ത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു രീതിയിൽ വളരെ സൂക്ഷിച്ച് നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് വളരെ കാര്യമായി ഹിന്ദുത്വ അരിച്ചരിച്ചരിച്ച് ഓരോ മേഖലയിലും ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ, ഒരു വാദത്തിന് ഞാൻ പറയട്ടെ. കേരളത്തിലും ഇന്ത്യയിലും എത്രയോ കാലമായി നമ്മുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ വലിയ പരിപാടികൾ നടക്കുമ്പോൾ, വലിയ ഉദ്ഘാടനം നടക്കുമ്പോൾ ഹൈന്ദവ പൂജകളാണ് നടക്കാറ്. ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ ആരും ഒന്നും ചോദിച്ചില്ലല്ലോ? അതെന്താ അങ്ങനെ? അത് കുറേ കാലമായി നമ്മൾ അംഗീകരിച്ചു വരുന്ന ഒരു രീതിയാണ്. ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ അതേ പറ്റൂ, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഒരു മുസ്ലിം പാർട്ടി അവരൊരു പരിപാടി നടത്തുമ്പോൾ ദേശീയ പതാക വീശണം എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അവർക്കെന്തോ വലിയ കുഴപ്പമാണെന്നാവും, അത് ഫോഴ്സ്ഡ് ആവുകയാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പല്ലേ ഇവർ പുതിയ ചിഹ്നങ്ങൾ, ഭാരതമാതാവിൻ്റെ പുറത്ത് ഈ കാവിക്കൊടി പിടിപ്പിക്കുക മാത്രമല്ല, പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നപ്പോൾ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം വരുമ്പോൾ ഒരു കുന്തവും പിടിച്ചിട്ട് ഒരുത്തം മുമ്പേ പോവുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി മുതൽ ഇതാണ് ഇന്ത്യയുടെ അധികാരത്തിൻ്റെ ചിഹ്നം.
കഴിഞ്ഞ 14 വർഷമായിട്ട് ഏതോ സ്റ്റോർ റൂമിൽ കിടന്ന ഒരു സാധനമാണ്, ഒരു എന്താ ചെങ്കോൽ എന്നിട്ട് വടി ചാരി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ പാർലമെന്റിൽ അവതരിക്കും. ഇത് പുതിയ ചിഹ്നമാണ്. ഈ ചിഹ്നം എവിടുന്ന് വന്നു? ഒരുത്തൻ്റെ ഒരു വടിയായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വടിയായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും അത് തൊടണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഇത് ഏത് ചിഹ്നമാണ്? അപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ട്. പുതിയ പുതിയ ചിഹ്നങ്ങൾ കൊണ്ടുവരിക, ഹൈന്ദവ ചിഹ്നങ്ങൾ ഇടിച്ചു കയറ്റുക, ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ രാജ്യസ്നേഹം എന്ന് പറയുന്നതും രാജ്യം എന്ന് പറയുന്നതും ഹൈന്ദവതയിൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പുതിയ പ്ലാൻ്റെ ഭാഗമാണ്. RSS എന്ന് പറഞ്ഞ സംഘടന 100 വർഷം ഇന്ത്യയിൽ എത്തി നിൽക്കുമ്പോൾ അവരുടെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊരു പാട്ടല്ലേ, കുട്ടികൾ പാടിയതല്ലേ, റെയിൽവേ ഒന്ന് പോസ്റ്റ് ചെയ്തതെന്ന് വേണം നമുക്ക് വിടാം, അങ്ങനെ വിടേണ്ടതാണ്. പക്ഷേ പുതിയ കാലത്ത് അങ്ങനെയല്ല. ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞൊരു ഗാനം, ആ ഗാനത്തിൻ്റെ പൂർണ്ണ രൂപം വേണം. അതുപോലെ തന്നെ ഹൈന്ദവ ചിഹ്നങ്ങൾ വേണം. ഇന്ത്യയിലെ പാർലമെൻറ്റിന് പുതിയ അധികാരത്തിൻ്റെ അടയാളം വേണം എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഈ ഗാനം നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഇതൊരു വെറും പാട്ടായി വിട്ടേനെ. പക്ഷേ പുതിയ കാലത്ത് ഇതങ്ങനെയല്ല. ഇത് ബോധപൂർവം ഓരോ സാധനങ്ങളും ചൂസ് ചെയ്യാണ്. ഇപ്പോൾ നെഹ്റു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് പേര് തന്ന ഉപഹാരങ്ങളിൽ ഒരെണ്ണമായിരുന്നു ഈ ചെങ്കോൽ എന്ന് പറയുന്ന സാധനം. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതവിടെ ഉപേക്ഷിച്ചു. 70 വർഷം കഴിയുമ്പോൾ തപ്പിയെടുത്ത് ഇങ്ങനൊരു സാധനം ഹിന്ദു സന്യാസിമാർ കൊടുത്തതാണ്. അതിൻ്റെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ അത് കൃത്യമായി കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ പ്ലേസ് ചെയ്യുന്നതിന് തരുന്ന സന്ദേശം എന്താ? അതുതന്നെയാണ്. ഇനി മുതൽ എല്ലായിടത്തും ഗണഗീതങ്ങൾ പാടണം എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ BJP നേതാക്കന്മാർ. ഇനി അടുത്തത് വരാൻ പോകുന്ന അതാണ്. എല്ലാ പൊതുപരിപാടികളിലും കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടികളിലും ഗണഗീതം പാടും. നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പ്രതിഷേധിക്കുക തന്നെ വേണം. ഒരു കാരണവശാലും ഇത് മതേതരമായ ഒരു ഗാനമായി ഞാൻ അംഗീകരിക്കില്ല. അതിപ്പം RSSന് പുറത്ത് ആളുകൾ പാടിയിട്ടുണ്ടെങ്കിലും RSSനകത്ത് പാടിയിട്ടുണ്ടെങ്കിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ശരി. Meet the editors.